നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. ഈ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഫോൺ വിളികൾക്ക് വളരെ പ്രസക്തിയുണ്ട്. ഫോൺ എടുക്കുക എടുക്കാതിരിക്കുക ഒക്കെ വലിയ ചർച്ചാ വിഷയമാകുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെ നമുക്കറിയാം, ഈ ജി സുധാകരനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന മുഖ്യമന്ത്രിയുടെ ആരോപണവും തന്നെ വിളിച്ചിട്ടില്ല എന്ന് സുധാകരൻ പറഞ്ഞതും നമുക്ക് ഇത് തിരിച്ച് ചിന്തിച്ച് നോക്കുക. മുഖ്യമന്ത്രി സുധാകരനെ വിളിച്ചു, സുധാകരൻ ഫോൺ എടുത്തില്ല. സുധാകരൻ മുഖ്യമന്ത്രിയുടെ ഫോൺ എടുത്തിരുന്നെങ്കിലോ ഉണ്ടാകുമായിരുന്ന മാറ്റം? മുഖ്യമന്ത്രി സുധാകരന് എന്തെങ്കിലും ഉറപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഗ്ദാനം നൽകുകയോ ചെയ്തതിൻ്റെ പുറത്ത് ഒരുപക്ഷെ സുധാകരൻ്റെ തീരുമാനം മാറുമായിരുന്നു, നമുക്കറിയില്ല. എന്തായാലും ചരിത്രത്തിൽ ഇങ്ങനെ പലപ്പോഴും ഈ ഫോൺ കോളുകൾ എടുക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന നഷ്ടങ്ങളും എടുത്തോണ്ടുണ്ടായ നേട്ടങ്ങളുമുണ്ട്. നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ കെ സുധാകരൻ ഇടയ്ക്ക് കോൺഗ്രസ് വിടാൻ പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൻ്റെ പേരിൽ ഇടഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ ആരോപണം ഉണ്ടായി. എന്തായാലും ആ സമയത്ത് ഖാർഗെയുടെ ഒരു ഫോൺ കോളാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ മാറ്റിമറിച്ചെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പദവി കോൺഗ്രസിൽ നൽകും. മന്ത്രിസ്ഥാനമാണോ അത് KPC പ്രസിഡന്റ് സ്ഥാനമാണെന്നുള്ളത് കാണാൻ പോകുന്നതേ ഉള്ളൂ. ഏതായാലും ഒരു പദവി അദ്ദേഹത്തിന് നൽകുമെന്നുള്ള ഉറപ്പ് നൽകിയതായിട്ട് അദ്ദേഹം പറയുന്നു. അപ്പോൾ ആ ഫോൺ കോൾ സുധാകരൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഫലം മറ്റൊന്നാകുമായിരുന്നു. 2009 നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാതെ പോയതുകൊണ്ട് ഒരാൾക്ക് നഷ്ടപ്പെട്ടത് MP സ്ഥാനമാണ്. അന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന T സിദ്ദിഖ് അദ്ദേഹത്തെ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് നോമിനേഷൻ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉടൻ തന്നെ ഹൈക്കമാൻഡ് ഇടപെട്ട് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതായി അറിയിപ്പ് വന്നു. സിദ്ദിഖ് ആകെ വിഷണ്ണനായി. അദ്ദേഹം ഫോൺ ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് എവിടെയോ മാളത്തിലൊളിച്ചു. 2 ദിവസത്തേക്ക് അദ്ദേഹത്തിന് ആരും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് സിദ്ദിഖിനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന്. പക്ഷേ ഇത് അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഉമ്മൻചാണ്ടിയും VD സതീശനുമൊക്കെ അദ്ദേഹത്തെ പലതവണ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. ഹൈക്കമാൻഡിനും അദ്ദേഹത്തിന് കിട്ടിയില്ല. അതുകൊണ്ടാണ് അവിടെ അദ്ദേഹത്തിന് പകരം MI ഷാനവാസ് സ്ഥാനാർത്ഥിയായത്. MI ഷാനവാസ് അത്തവണ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. ഒരുപക്ഷെ MI ഷാനവാസിന് പകരം സിദ്ദിഖാണ് മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹവും ജയിക്കുമായിരുന്നു. അതെന്തായാലും സിദ്ദിഖിന് പിന്നെയും ഒരു MLA MP ആകാനായിട്ട് വീണ്ടും ഏറെക്കാലം കാത്തിരിക്കേണ്ടി വന്നു. ഇതുപോലെയുള്ള ഫോൺ കോളുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും ഒരു ഫോൺ കോളാണ് കേരള ചരിത്രത്തിൽ വലിയൊരു വിവാദത്തിന് തിരികൊടുത്തിയത്. R ബാലകൃഷ്ണപിള്ള മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കോടതി വിധി ഉണ്ടാക്കാൻ വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ അന്നത്തെ ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു എന്നും ആ ഫോൺ കോൾ കിട്ടാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ഫോൺ നന്നാക്കാൻ വേണ്ടി ക്ലിഫ് ഹൗസിൽ നിന്ന് കംപ്ലൈൻറ്റ് രേഖപ്പെടുത്തി. ഫോൾട്ട് കാർഡ്, ഫോൾട്ട് ഡോക്കറ്റ് എന്ന 2 പ്രയോഗങ്ങളെന്ന് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ട 2 വാക്കുകളാണ്. കാരണം അന്ന് ജഡ്ജിയുടെ ഫോൺ കേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരുണാകരൻ മുഖ്യമന്ത്രി താമസിച്ചിരുന്ന ക്ലിഫ് ഹൗസിൽ നിന്ന് 2 കോളുകൾ കംപ്ലൈൻറ്റ് പോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജഡ്ജിയെ വിളിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ശക്തമായിട്ട് ഉന്നയിച്ചത്. എന്തായാലും പിന്നീട് ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞു. ആ 2 രേഖകളും ഫോർജ് ചെയ്യപ്പെട്ടാണെന്ന് തെളിഞ്ഞു. എന്നാലും അത്തരത്തിലുള്ള ഫോൺ കോളുകൾ പലപ്പോഴും രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഫോൺ എടുക്കാതെ പോയാലും എടുത്താലും രണ്ടും വിവാദമോ ലാഭമോ നഷ്ടമോ ഒക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ തമാശ.